ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും വിഷുവൊക്കെ നന്നായിട്ട് ആഘോഷിച്ചെന്ന് കരുതുന്നു. നമ്മുടെയും വിഷുവൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പലയിടങ്ങളിലും ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ മഴ കിട്ടിത്തുടങ്ങിയില്ലേ. ഒരു വേനൽ മഴ നമ്മുടെ എല്ലാ ചൂടുകളിൽ നിന്നും തൽക്കാലം ഒരു ആശ്വാസം. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് മുല്ലയുടെ തൈകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ ഒരു സെയിൽ വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു 300 പ്ലാന്റ്സിൻ്റെ അടുത്ത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. അതായത് കുടമുല്ല, അറേബ്യൻ ജാസ്മിൻ, പിച്ചി, മൂന്നും നല്ല സുഗന്ധമുള്ള ഒന്നിനൊന്ന് മെച്ചത്തിൽ നിൽക്കുന്ന ചെടികളാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ മുല്ലയൊക്കെ വളർത്താത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. പെൺകുട്ടികൾ ഉണ്ടാവണമെന്നില്ല. നമുക്ക് നല്ല മുല്ലപ്പൂ എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം എല്ലാവരുടെയും മനസ്സിൽ പ്രിയപ്പെട്ട ഒരു ചെടി തന്നെയാണല്ലേ. അപ്പോൾ ഇതിനകത്തെല്ലാം ഒരുപാട് ചെടികളിൽ മൊട്ടുകൾ വന്നിട്ടുണ്ട്. ചിലതിനകത്ത് പൂക്കൾ വിരിയാറായതുണ്ട്, ചിലതിനകത്ത് മൊട്ടുകൾ വന്നിട്ടില്ല. അങ്ങനത്തെ ചെടികളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സെയിലിനാണ്. ഇത് ഓരോ തൈകളും 100 രൂപ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യണത്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് നമ്മൾ സൈസ് കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നെയും എല്ലാവരും ഒരുപാട് എൻക്വയറീസ് വന്നു. അപ്പോൾ സൈസ് വീണ്ടും കാണിക്കാൻ പറഞ്ഞതുകൊണ്ടാണ് നമ്മുടെ കയ്യിലുള്ള ചെറിയൊരു കളക്ഷൻ മാത്രം കാണിച്ചു തരുന്നത് കേട്ടോ. ഇത് പിന്നെ നമ്മുടെ പിച്ചിയാണ്. ഇതേപോലെ പടർന്ന് പന്തലിച്ച് നല്ല രീതിയിൽ നല്ല സുഗന്ധമുള്ള പൂക്കൾ തരുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പിച്ചി. അപ്പോൾ ഓരോ വെറൈറ്റീസും നമുക്കൊരു 100 പ്ലാന്റ്സിൻ്റെ മേലെ തൈകൾ ഉണ്ടായിരിക്കും കേട്ടോ. തൈ എന്ന് പറയാൻ പറ്റില്ല, എന്നിരുന്നാലും കുറച്ചുകൂടി അത്യാവശ്യം വലിയ ചെടികൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ കൂടാതെ ഇതെല്ലാം നമുക്ക് കമ്പ് കുത്തി പിടിപ്പിക്കാൻ കഴിയാവുന്ന ചെടികളാണ് കേട്ടോ. ഇതെല്ലാം ഞാനിവിടെ വീട്ടിൽ എൻ്റെ ചെടിയിൽ നിന്നും കമ്പ് കുത്തി പിടിപ്പിച്ച് തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു അളവിൽ നമ്മുടെ കയ്യിൽ പ്ലാന്റ്സ് സ്റ്റോക്ക് ഉണ്ടാവണം സെയിലിന് എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ഇത്രയും 300 പ്ലാന്റ്സ് ആക്കിയിട്ട് നമ്മൾ എടുക്കുന്നത് വരെ സെയിലിൻ്റെ വീഡിയോ ഇടാനായിട്ട് ഇത്രയും വൈകിയത്. പിന്നെ പൊതുവെ എല്ലാവരും പറഞ്ഞു ഒരു മഴയെങ്കിലും കിട്ടട്ടെ, എന്നിട്ട് ഞങ്ങൾ ചെടികൾ വാങ്ങിക്കാം, വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞു. അപ്പോൾ അതെല്ലാം പരിഗണിച്ചിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഒരു സെയിലിൻ്റെ വീഡിയോ നല്ല രീതിയിൽ ചെയ്യുന്നത്. മറ്റേത് നമ്മൾ ചെടികൾ പരിചയപ്പെടുത്തുമ്പോൾ അതിൻ്റെ കൂടെ സെയിൽ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് അപ്പോൾ വരുന്ന എൻക്വയറീസ് അനുസരിച്ച് നമ്മൾ പ്ലാൻസ് അയച്ചു കൊടുക്കാറുണ്ട്. എന്നിരുന്നാലും ഇതാണ് കേട്ടോ നമ്മൾ നല്ലൊരു സെയിലാക്കി എടുത്തിട്ട് ചെയ്യുന്നത്. മറ്റൊന്നല്ല, നമുക്ക് ഇനിയും പ്ലാൻസ് ഇവിടെ വെച്ചുകൊണ്ടിരിക്കാനൊരു സൗകര്യക്കുറവുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ. റെയിൻ ലില്ലിയാണ്. അപ്പോൾ ഈ റെയിൻ ലില്ലിയും നമ്മൾ സെയിലിനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കുറേ പ്ലാന്റ്സ് നമ്മൾ കൊടുത്ത് തീർക്കുകയാണ്. അപ്പോൾ റെയിൻ ലില്ലി ബൾബുകൾക്കടക്കം 20 രൂപ 30 രൂപയ്ക്കാണ് നമ്മുടെ നാട്ടിൽ വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒരു തൈ ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോ തൈ റെയിൻ ലില്ലിക്ക് 50 രൂപ വെച്ചിട്ടാണ്. റെയിൻ ലില്ലി നമുക്ക് ഒരുപാട് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ കഴിയുന്ന ചെടിയാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. മഞ്ഞ, വെള്ള, കൂടാതെ ഒരു ലൈറ്റ് ലാവൻഡർ കളറിലൊക്കെയുള്ള 3 വെറൈറ്റീസാണ് കേട്ടോ റെയിൻ ലില്ലി വരുന്നത്. റെയിൻ ലില്ലിയും നമ്മുടെ കയ്യിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോക്ക് ഉണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് നമ്മുടെ പ്ലാന്റ്സ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇത്തരം ചെറിയ ചെറിയ ചെടികൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ. കൂടാതെ നീലക്കൊടുവേലിയും വയലറ്റ് ജാസ്മിനും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷം. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.